ദൈവതിരുനാമത്തിന് മഹത്വം. ഈ പുണ്യനോമ്പിൽ നാം ദൈവമാതാവിനെ കേവലം ആദരിക്കുന്നതിലുപരി വിശ്വാസ ജീവിതത്തിന്റെ ഉത്തമ മാതൃകയായി കാണുവാൻ ക്ഷണിക്കുന്നു. സുറിയാനി സഭാപിതാക്കന്മാർ ദൈവമാതാവിനെ പലപ്പോഴും ലോകത്തിന് ജീവന്റെ ഫലം നൽകുന്ന നല്ല നിലമായി അവതരിപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വിതക്കാരന്റെ ഉപമ പറയുന്നു. ചില വിത്തുകൾ വഴിയരികിൽ വീണു. അത് ദൈവവചനത്തെ സ്വീകരിക്കാത്ത കഠിന ഹൃദയങ്ങൾക്ക് തുല്യം. ചിലത് പാറക്കലിന്മേൽ വീണു. അത് ആഴമില്ലാത്ത വിശ്വാസം, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വാടിപ്പോകുന്നതിന് തുല്യം. ചിലത് മുള്ളിനിടയിൽ വീണു. അത് ലൗകിക ചിന്തകൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യം. എന്നാൽ ചിലത് നല്ല നിലത്ത് വീണു. അത് ദൈവവചനം കേട്ട് സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവർക്ക് തുല്യം. ഈ നല്ല നിലത്തിന്റെ പൂർണ്ണരൂപം ദൈവമാതാവാണെന്ന് പിതാക്കന്മാർ കണ്ടു. സഭാപിതാവായ പരിശുദ്ധ അബ്രഹാം സ്വർഗീയ വിത്തുപാകിയ പരിശുദ്ധ ഭൂമി എന്ന് ദൈവമാതാവിനെ വിശേഷിപ്പിക്കുന്നു. ദൈവമാതാവിന്റെ ഹൃദയം അഹങ്കാരത്താൽ കാഠിന്യമുള്ളതായിരുന്നില്ല. ആഴമില്ലാത്ത വിശ്വാസത്തിൻ്റെതുമായിരുന്നില്ല. പാപത്തിന്റെ മുള്ളുകളാൽ മൂടപ്പെട്ടവയും ആയിരുന്നില്ല. മറിച്ച് ദൈവവചനത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഹൃദയം വിനയത്താൽ ഉഴുത് അനുസരണത്താൽ നനയ്ക്കപ്പെട്ട് പ്രാർത്ഥനയാൽ ഊഷ്മളമാക്കപ്പെട്ടവയായിരുന്നു. ദൈവമാതാവാകുന്ന നിലം യാതൊരു ഫലവും പുറപ്പെടുവിക്കാത്ത നിഷ്ക്രിയ നിലമായിരുന്നില്ല. അവൾ ഏറ്റവും മികച്ചതിനെ നൽകുവാൻ തക്കവണ്ണം എപ്പോഴും സന്നദ്ധമായ നിലമായിരുന്നു. ഈ നോമ്പ് മാതാവിനെ സ്തുതിക്കുവാൻ മാത്രമല്ല, മാതാവിനെ അനുകരിക്കുവാനുള്ളതാണ്. സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഓരോ മനുഷ്യരും ഓരോ നിലമാണ്, അതിലാണ് വചനം വിതയ്ക്കപ്പെടുന്നത്. ഞാനാകുന്ന നിലം അഹങ്കാരത്താൽ കാഠിന്യമുള്ളതാണോ? അസ്വസ്ഥതകൾ കൊണ്ട് ആഴമില്ലാത്തതാണോ? ലോകചിന്തകളാൽ ഞെരുക്കപ്പെട്ടവയാണോ? അതോ ദൈവമാതാവിനെ പോലെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടതാണോ? ക്രിസ്തുവാകുന്ന ജീവന്റെ അപ്പത്തെ ധരിച്ച് സ്നേഹത്തിലും വിനയത്തിലും സേവനത്തിലും പശ്ചാത്താപത്തിലും പരിശുദ്ധിയിലും ഫലം പുറപ്പെടുവിക്കുവാൻ ഈ നോമ്പ് ഇടയാവട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, നല്ലതും ഫലപുഷ്ടവുമായ നല്ല നിലമായി മാറുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.